എന്റെ റെഫറൻസ് ശരിയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിന് സൂയിസൈഡ് മേനിയ എന്നാ പറയാം. അപ്പൊ മലയാളത്തിലോ? എന്ത് വെട്ടിത്തരഭ്യ പറയണം. മലയാളത്തിൽ ഇങ്ങനെ രോഗമില്ലല്ലോ. ഒരുതരം പ്രത്യേക രോഗമാണത്. ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഈ രോഗത്തിന് ഒരൊറ്റ മരുന്ന് മാത്രമേ ഉള്ളൂ. എന്താണത്? മരണം അഥവാ ഡെത്ത്. എടോ, ഇനിയിപ്പം കളിക്കളവും കരിക്കളവും ഇല്ലാതെ തന്നെ നമുക്കൊന്ന് കളിക്കാം. അതെങ്ങനെ? കുഞ്ഞനന്തിന് ജോലി കിട്ടിയാലേ പാർട്ടീഷൻ ചെയ്യുള്ളൂ എന്നാണല്ലോ ആ പരട്ട തള്ള പറഞ്ഞത്. അപ്പൊ കുഞ്ഞനന്ത് മരിച്ചാലോ? ജോലി കിട്ടിയിട്ടാണെങ്കിൽ ഏതായാലും പാർട്ടീഷൻ നടക്കില്ല. മരിച്ചിട്ടാണെങ്കിൽ ഉറപ്പ്. മരിക്കുമോ മാഷേ? മരിക്കും, ഇല്ലെങ്കിൽ മരിപ്പിക്കും. എടോ, എന്റെ നിഗമനങ്ങളൊന്നും ഇന്ന് വരെ തെറ്റിയിട്ടില്ല. മാഞ്ചിയം തേക്ക് കൃഷി ഒഴികെ. ഒരു സത്യം പറയട്ടെ, ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നി. പറ. ഈ തല വെറും ഒരു അലങ്കാരം മാത്രമെന്നാ ഞാൻ ധരിച്ചത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതിൽ കളിമണ്ണ് മാത്രമല്ല അല്പ കളിച്ചോറും ഉണ്ടെന്ന്. അമ്മ ഇല്ലാത്തതിന്റെ വിഷമം നിനക്ക് അറിയില്ല. എടാ, കണ്ണു പോയാലേ കണ്ണിന്റെ കാഴ്ച അറിയുള്ളൂ. കേവലം ഒരു പെണ്ണിനോടുള്ള വാശിക്ക് വേണ്ടി നീ അമ്മ ഇങ്ങനെ വേദനിപ്പിക്കരുത് കേട്ടോ. എനിക്ക് ആരോടും വാശിയൊന്നുമില്ല. എടാ, അവള് മറ്റൊരുത്തൻ്റെതായി, പിന്നെ എന്തിനായി പേക്കൂത്ത്? അല്ലെങ്കിൽ അവൾ ആർക്ക് വേണം? എടാ, അവൾ എന്താടാ ഭൂലോക രമ്പയാണോ? ഇപ്പൊ ആലോചിക്കുമ്പോഴാ അതിന്റെ ഒരു വൈരൂപ്യം മനസ്സിലാവണേ. തെറിച്ചു വീഴാൻ പോകുന്ന തുറിച്ച് രണ്ട് കണ്ണുകൾ, വക്കുമൂലയും ശരിയല്ലാത്ത വൃത്തിയട്ട കുറച്ച് പല്ലുകൾ, മോന്തയിൽ അരിഷ്ടിച്ച് കഴിയുന്ന ചതഞ്ഞരിഞ്ഞൊരു മൂക്ക്, മൂക്കിനും കീഴ്ത്താടിക്കുമിടയിൽ ദേ ഈ വിരലിനോളം പോകുന്ന രണ്ട് ചുണ്ടുകൾ. മൊത്തത്തിൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോ ഭയങ്കര ബോറായിരിക്കുമല്ലേ? അയ്യ, വൃത്തിയിട്ടൊരു സാധനം. നിനക്കത് ഫീൽ ചെയ്തില്ലടാ? അതേ കുറുക്കൻ. എങ്ങനെ? അല്ല കൂട്ടുകാരാ, ഇതേ സാധനങ്ങൾ തന്നെ ആയിരുന്നില്ലേ നീ എന്ന് വാഴ്ത്തി പാടിയിരുന്നത്? ഇപ്പൊ അത് കഴിക്കുന്നു, പുളിക്കുന്നു അല്ലേ? പണ്ട് നമ്മൾ മുന്തിരിത്തോപ്പ് കണ്ടില്ലേ? അതേ കുറുക്കൻ. നീ നിങ്ങോട്ട് മാറിക്കേ. ഞാനേ സ്കൂട്ടറായിട്ട് ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം. അതെ, പെട്ടെന്ന് വരാടാ. വാസുവേട്ടൻ പറഞ്ഞേപ്പിച്ച വണ്ടി അത്. കുറച്ച് വൈകിയ വാസുവേട്ടൻ പിടിച്ച് വിഴുങ്ങി കളയോ? വാസുവേട്ടനെ കണ്ടിട്ടില്ലല്ലോ നീ? രണ്ടാളെ കൊന്ന ആളാ വാസുവേട്ടൻ. പണ്ട് ബോംബെയിൽ അധോലോകത്തിലായിരുന്നു. ദേഷ്യം പിടിച്ച ഇപ്പോഴും പെശക. പോട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. നിർത്ത്. നീ എവിടേക്കപ്പ പോണത്? ടൗണിലേക്ക്. എടാ, എതിരെ വരുന്ന ഏതെങ്കിലും വാഹനത്തിന് നേരെ പാഞ്ഞു ചെന്ന് ഇടിച്ച് ചാവാനല്ലടാ നീ ഇപ്പൊ പോണത്, അല്ലടാ? സത്യമായിട്ടും അല്ലടാ. ബസ്സിന് കൊടുക്കാൻ കൈ കാശില്ലാത്തോണ്ടാ ഈ വൃത്തിയിട്ട സാധനം തള്ളിക്കൊണ്ടു പോണത്. എന്തായാലും ഇന്ന് ചാവാൻ ഉദ്ദേശമില്ല. അപ്പൊ നാളെ അത് നേരിട്ട് കാണാൻ യോഗം ഉണ്ടെങ്കിൽ അറിയിക്കാം. എന്റെ ഭഗവതി, ഇനി എന്തൊക്കെ പൊല്ലാപ്പാണോ ഉണ്ടാകാൻ പോകുന്നത്? അമ്മ വിഷമിക്കാതിരി, ഒന്നും സംഭവിക്കില്ല. ബസ്സിന് വരുന്ന ഉരുളി കമത്തുണ്ടായ മകൻ പാഴായി പോയി ലേമേ. മുച്ചന്മ ശാപം. ഇനിയും കോടതിയും കേസും ഒക്കെ എന്തൊരു ദൈവശിക്ഷയാ മോനെ. ഇത് വെറും സമൻസ് ലെറ്ററാ. അരവിന്ദാക്ഷം പോലീസ് ദേഷ്യം തീർത്തതാ. നിന്റെ വെളിച്ചപ്പാടിനവിടെ പോയി? വിവരം അറിഞ്ഞപ്പോ ശരം വിട്ടുപോലെ പോയതാ. ഇനിയിപ്പൊ കുടിച്ചു വന്ന് ബഹളം വെക്കുമെന്നാ എനിക്ക് പേടി. ജാമ്യത്തിലിറക്കി ഇപ്പൊ അളിയന്മാരെ കോടതി കേട്ടുള്ള പരിപാടിയാ. എന്തിനുള്ള പുറപ്പാടാ? എന്നാ ഒന്ന് കാണാം. ഇതെന്താ പന്തവും കൊണ്ട് പെരിച്ചാടി നിക്കണ പോലെ? എന്റെ തനി സ്വരൂപം നീ ഇതുവരെ കണ്ടിട്ടില്ല. അതിപ്പോ സങ്കല്പിക്കാവുന്നല്ലേ ഉള്ളൂ. ഒരു വാലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു കാണാൻ. സൂക്ഷിച്ച് സംസാരിക്കണം. എന്നിലുള്ള മൃഗത്തെ വെളിയിൽ വരുത്തരുതോ. അയ്യോ, ഏത് മൃഗാണോ ഇപ്പൊ വെളിയിൽ ചാടാൻ പോകുന്നേ? എലി എനിക്ക് ഭയങ്കര പേടിയാ. മിസ്റ്റർ, എന്റെ ആത്മസംയമനത്തെ പരീക്ഷിക്കരുതാ. ഒരു ആത്മസംയമനം മിണ്ടി പോകരുത്. കുറെ നേരായിട്ടോ സഹിക്ക. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടല്ലോ ഒന്നുകളി ഞാൻ ഈ കൊക്കിന്റെ ഞെക്കിയാ മതി. ഇനി ഞാൻ പോയി വരട്ടെ. യാത്രയില്ല. പുറത്താരോടും പറയണ്ട, കുറച്ചിലെനിക്കാ. ഇതും ഒരു അളിയൻ. വലിയ കൊടുത്തോ? തല്ലാനൊന്ന് കൈ ഓങ്ങിയപ്പോ തന്നെ മാപ്പ് പറഞ്ഞു കളഞ്ഞു. അയ്യേ വാഷളെ, താഴെ പോണോ? അത് കാല് പിടിച്ച് മാപ്പ് പറയുമ്പോ ആരായാലും മനസ്സലിഞ്ഞു പോകും. അല്ലെങ്കിലും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്ന ചൊല്ല്. മാഷേ,
ഒരു സംശയം. ഇവിടെ ആരാ കാക്ക, ആരാ കൊക്ക്? അതിപ്പോ ഞാൻ വിശദീകരിക്കണോ? മാഷേ, എന്തായാലും കൊക്കിന് വെച്ചത് ചക്കിനാ കൊണ്ടത്. ചക്കിനും അതെ, മൂത്ത അളിയൻ രാവുണ്ണി മാഷക്ക് നിറയെ വിശേഷണങ്ങളുണ്ട്. കേൾക്കണോ? ഇരിക്ക്. തന്തയ്ക്ക് ജനിക്കാത്തവൻ, നിന്നിടം തുറക്കുന്നവൻ, ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ, കുടിക്കുന്ന വെള്ളത്തിൽ ഇന്ന് അവനോട് തോച്ചിട്ട് കാര്യം. വേണ്ട, ഇപ്പൊ പോവണ്ട. കാലത്ത് ഫ്രഷ് ആയിട്ടൊന്ന് കൊടുത്താ മതി, ഫ്രീ ആയിട്ട് വാങ്ങിക്കോളും. തന്തയ്ക്ക് ജനിക്കാത്തവൻ നിന്റെ തന്ത, നിന്നിടം തിരക്കുന്നവൻ നിന്റെ മുത്തച്ഛൻ, ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ ചന്ദ്രോത്ത് നിന്റെ വലിയ കാരണവൻ. എടാ, ചുണയുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ ഇരുട്ടത്തിരുന്ന് കൊഞ്ഞന് കാട്ടല്ല വേണ്ടത്. അരിമണിക്ക് വകയില്ല. ഹൗ ഹൗ തരിവളയ്ക്കാ മോഹം. ശാകാൻ പോലും യോഗമില്ലാത്ത ജന്തു. ഇവിടെ കൊന്നുകളയും ഞാൻ. വരുന്നില്ലേ നിങ്ങളെ? ഇതാ വരുന്നു. എടാ, തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഒന്ന് ചത്ത് കാണിക്കും. ഇവിടെ നോക്ക്, അല്ലാതെ ഒരു തരം വേഷം കെട്ടി കളിച്ചാലുണ്ടല്ലോ, ഉറച്ച് ചവിട്ടിനെ ശരിപ്പെടുത്തി കളയും. ഒന്ന് വരുന്നുണ്ടോ? ഇതാ വരുന്നു മഹാലക്ഷ്മി. ഓ, പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. ഞാൻ മരിച്ചിട്ട് നീ എങ്ങനെ ചിരിച്ചു ജീവിക്കണ്ട പട്ടി. ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ മരണത്തിന് മൂത്ത അളിയൻ മാത്രമാണ് ഉത്തരവാദി. മരണാനന്തരം പ്രേതാത്മാവ് എന്നൊരു സാധനമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പ്രേതമായി വരും. എന്നിട്ട് എന്നെ മാനസികമായി ദ്രോഹിച്ച എന്റെ അളിയന്മാരെ ഞാൻ ഉപദ്രവിക്കും. ചന്ദ്രോത്ത് മൺമറഞ്ഞ വലിയ കാരണവരാണേ സത്യം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രേതാത്മാവായി എന്നെ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്ന് പ്രതികാരപൂർവം പരേതൻ. എടാ ഡ്രില്ലിമോഷേ, ജീവിക്കാൻ സമ്മതിക്കാത്ത പട്ടി, തീറ്റിക്കൂടാ ഞാൻ. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ കാലമേ, വളരും ഇതറുദിനമെൻ മനസമനില പോയി. എൻ ജീവന് തന്നാലും നീ കൈകൊള്ളുന്നതില്ലയോ? ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. ഇനി ആത്മഹത്യ ചെയ്യില്ല എന്ന് ആശുപത്രിയിൽ വെച്ച് അമ്മയ്ക്ക് അവൻ വാക്ക് കൊടുത്തു. ഓരോന്ന് കേൾക്കുമ്പോഴും പാവം എന്റെ ചേച്ചിയുടെ മനസ്സാ പെടേണത്. ഈ പെണ്ണെന്ന് പറയുന്ന വർഗം പൂച്ചയെ പോലെയാ. മനസ്സറിയാൻ പറ്റില്ല. സ്നേഹം കൊണ്ട് ആര് തലോടിയാലും പെട്ടെന്ന് ഇണങ്ങും. പിന്നെ മടിയിൽ കയറും, മുത്തം തരും, മുട്ടി ഉരുമും. അങ്ങനെ ഇണക്കം കൊണ്ടൊരു ബഹളം തന്നെ ആവും. എന്തായാലും ഒരു റിക്വസ്റ്റേ ഉള്ളൂ. കോന്തുള്ളി നാരിക്ക് ഒത്തിരി അനന്തരവന്മാരുള്ളതാ. വല്ല മനസ്സുമാറ്റം ഉണ്ടാവുമ്പോ ഈ ഉള്ളവനെ മുൻകൂട്ടി ഒന്ന് അറിയിച്ചേക്കണേ. സ്വയം ഒഴിഞ്ഞു പോകാനാ. കാര്യമായിട്ടാണോ പറയണത്? ആ, കൂട്ടുകാരന്റെ അനുഭവം അതാണല്ലോ. അതുകൊണ്ടൊരു സംശയം. അടങ്ങിയോ? വഴി മാറി, എനിക്ക് പോണം. ആ, ഒരു തമാശ പോലും പറയാൻ പറ്റില്ലെന്ന് വെച്ചാ ഭയങ്കര കഷ്ടാ. തമാശ അത്? കലങ്ങിയ കണ്ണും കറുത്ത മുഖവും ഈ പെണ്ണിന് അഴകാം. കോന്തുണ്ണി നായന്റെ മോളെ ഒരു കോന്തനും ഞാൻ വിട്ടുകൊടുക്കില്ല. സത്യം.
അല്ലെങ്കിലും സത്യത്തിന്റെ മുഖം വിരൂപമാണല്ലോ. നിന്റെ അച്ഛൻ കോന്തുണ്ണി നായരുടെ മുഖം പോലെ. ആ, എന്റെ പതിവ് കോട്ട കിട്ടിയില്ലല്ലോ. മതി, ഇനി കൊഞ്ചണ്ട. വിശ്വാസം എല്ലാത്തിനും സ്നേഹിക്കുക ഈ ശ്യാമളെ കിട്ടില്ല.